ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ രാവിലെ തൊട്ട് ഭയങ്കര മഴയാണ്. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഡേ ഇൻ മൈ ലൈഫ് പകുതിയൊക്കെ ഉള്ളൂ, കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. ഇന്നലെ വന്നതുകൊണ്ട് തന്നെ എല്ലാം അലങ്കോലാക്കിയിട്ടോ ഇട്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ രാവിലെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മയുടെ അമ്മ വന്നു. പിന്നെ അമ്മാമ്മ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടി തുടങ്ങി, പ്രാർത്ഥിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്ക് ചേട്ടൻ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ചായ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് സവോള വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലൊക്കെയാണ്. ചിക്കൻ കറിയുടെ കൂടെ തന്നെ കപ്പ വേവിച്ച് കഴിക്കാൻ ഓർത്തിട്ട് കപ്പയൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് അമ്മ. അപ്പോൾ ഞാൻ സവോളയൊക്കെ വന്നിട്ട് വരട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. ആ കൂടെ തന്നെ അമ്മയും ചേട്ടയും ചായ കുടിച്ച് പരിപാടിയൊക്കെ കഴിയുന്നുണ്ടായിരുന്നു. രണ്ട് രീതിയിലാട്ടോ അപ്പോൾ സവോള ഞാൻ ഇതിനകത്തിട്ട് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞതും അല്ലാണ്ട് നീളത്തിലരിഞ്ഞത്, അങ്ങനെ രണ്ടായിട്ടാട്ടോ ഇട്ടത്. ഞാൻ വെറുതെ ചുമ്മാ ഇട്ട് നോക്കിയതാണ്. പക്ഷേ എനിക്കത് കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് വരണ്ട് കിട്ടിയത്. കുറച്ചും ഉപ്പും കൂടെ ഒക്കെ ഇട്ട് നന്നിട്ട് വരട്ടിയെടുത്തു. അപ്പോഴത്തേക്ക് അമ്മയും ചേട്ടയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ തുടങ്ങി. സവോള കുറച്ച് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് കുറച്ച് ക്യാരറ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. അത് നന്നായി വരണ്ട് വന്ന് കഴിഞ്ഞിട്ട് അമ്മ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യം എണ്ണ ഒഴിച്ച് കുറച്ച് കുറഞ്ഞു പോയി. അപ്പം ഇത് മസാലപ്പൊടി വറുക്കാനുള്ള എണ്ണയാണ്. അപ്പോൾ മസാലപ്പൊടി എല്ലാം ഇട്ടാൽ നന്നായിട്ട് അതിനകത്ത് വറുത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തേ. അത് കഴിഞ്ഞ് ചിക്കൻ ഇടുന്നുണ്ട്. ചിക്കൻ ഇടുമ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നന്നായിട്ട് ആ ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴേ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് അമ്മ മൂടി വെക്കുന്നുണ്ട്. ചിക്കൻ്റെ കൂടെ തന്നെ കപ്പയും വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂടെ തന്നെ നമുക്ക് അരപ്പെല്ലാം അരച്ചെടുക്കാം കപ്പയ്ക്കുള്ള. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരും. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. താഴെ പോയൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കപ്പയെല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടെ തന്നെ മീനും ഉണ്ടായിരുന്നു കേട്ടോ. മീൻ വറുത്തെടുത്ത വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.